സാർ, ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് വിശദമാക്കാം. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാറിൻ്റെ അടുത്ത്, അതായത് അതിൽ പെട്ടുപോയ ഒരുപാട് പ്രവാസികൾ സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുന്നതാണെ പറയാമോ? മറ്റുള്ളവരുടെ അവയർനെസ്സിന് വേണ്ടി ഒരു അനുഭവം പറയാമോ? എന്തൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. ഇന്നിപ്പോൾ ക്രെഡിറ്റ് കാർഡും വിട്ട് നമ്മൾ കുറച്ചും കൂടി ക്യാഷ്ലെസ് അതല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റും ഇന്നും നിലവിലുണ്ട്. പല പ്രവാസികൾക്കും ക്രെഡിറ്റ് കാർഡ് ഒന്നിൽ കൂടുതലുണ്ടാകാം. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അതൊരു പ്ലാസ്റ്റിക് മണി, വളരെ വിപ്ലവകരമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഇന്ന് ഏറ്റവും ആധുനിക കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൂളാണ് ഇത് ക്രെഡിറ്റ് കാർഡ്. പക്ഷേ ഇത് ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, അത് മാനേജ് ചെയ്യാൻ അറിയാത്ത ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവർ പല കടക്കെണികളിലും വന്ന് പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് അത് നമുക്ക് ഒരാൾ തരുന്ന കടമാണ്. ആ കടം തീർച്ചയായും നാം തിരിച്ചടക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധ്യം വേണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇതിൽ വളരെ പ്രലോഭിതരായിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ UAE പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഔട്ട്സോഴ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. അവർക്കെല്ലാം ടാർജറ്റുമുണ്ട്. ഇവർക്കിങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ വിൽപ്പനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി. നിങ്ങൾ പല മാളുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബാങ്കുകളുടെ കിയോസ്ക് കാണാം ഈ ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങളൊരു പേപ്പർ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം അത്തരം ഒരു ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവിടെ തുടങ്ങുന്നു നമ്മളുടെ റിസ്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പൈസ പല ഓഫറുകൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും ഈ ഓഫർ വരുമ്പോൾ നമ്മൾ പ്രലോഭിതരാകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇപ്പം അത്യാവശ്യത്തിന് പൈസ വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഒരു പ്രവാസിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറിൽ ആകർഷണമായി പോകുന്നവരോ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു കമ്പോളവൽക്കരണം സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇവിടെ കച്ചവടമാണ് പ്രധാനം. ഈ കമ്പോളവൽക്കരണത്തിലുള്ള ഈ കാലഘട്ടത്തിൽ ആരും പുണ്യം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തെല്ലാം ഓഫറുകൾ വന്നാലും ആ ഓഫറുകൾ അവർ തരുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യം അവർ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓഫറുകളാണ്. അപ്പോൾ ഒരു ഉൽപ്പന്നം വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ബാങ്കുകളുടെ ഒരു പ്രോഡക്റ്റാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ആ ഉൽപ്പന്നം അവർ വിൽക്കാൻ അതിന് ആവശ്യവും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങൾ അവർ പറഞ്ഞ് ഈ ഉൽപ്പന്നം വിറ്റേക്കും. ഇവിടെ ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നമ്മളാണ് അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതേസമയം ക്രെഡിറ്റ് കാർഡ് എന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. ഇന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ അടക്കണമെങ്കിലോ മറ്റ് ഏതൊരു ആവശ്യത്തിനും നമുക്കിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. അതേസമയം ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുകൂല്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ അതല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാൻ ഒരു 40-50 ദിവസം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒന്ന്. രണ്ടാമത്, ഉപയോഗിക്കുന്ന പൈസക്കനുസരിച്ചും മറ്റുമൊക്കെ കിട്ടുന്ന വേറെ ചില പോയിൻറ്റ്സുകൾ അതെല്ലാം നമുക്ക് ഉണ്ടാവാം. പക്ഷേ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ആളും ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഇതെനിക്ക് ആവശ്യമുണ്ട് എന്നത് ആദ്യം മനസ്സിലാക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അയാൾ ബോധ്യപ്പെടണം. രണ്ടാമത്, ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പേയ്മെൻറ്റ് കൃത്യമായി അടച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൽ ഇദ്ദേഹത്തിന് അക്കൗണ്ട്സ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയോ അതല്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയോ ചെയ്യണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു ഓട്ടോ പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് ഫുൾ പേയ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അത് ചൂസ് ചെയ്യാത്ത ആളുകൾക്കാണ് പ്രശ്നങ്ങൾ വരുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാങ്ക് നമ്മളെ ഇഷ്ടം പോലെ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് പ്രലോഭനങ്ങൾ തരും. കാരണം നിങ്ങൾ മുഴുവൻ പൈസ അടക്കണ്ട, 5% മാത്രം അടച്ചാൽ മതി എന്ന് പറയും. അതുമാത്രമല്ല, നമുക്ക് ഈ കിട്ടുന്ന 40 ദിവസത്തെയോ 50 ദിവസത്തെയോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ബാങ്കിങ്ങിനെ കുറിച്ച് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു ആപേക്ഷികമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാസം 5-ാം തീയതിയാണ് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ സൈക്ലിംഗ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ആ മാസത്തിലെ 6-ാമത്തെ ദിവസം, അതായത് ഈ ബിൽ സൈക്കിളിൻ്റെ 1-ാമത്തെ ദിവസം ഒരാൾ ഒരു 100 ദിർഹം പർച്ചേസ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം പിന്നീട് അയാൾ അടുത്ത ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത് അടുത്ത മാസം 4-ാം തീയതിയാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 100 ദിർഹവും അവസാനത്തെ ദിവസം ഉപയോഗിച്ച 1000 ദിർഹവുമാണെങ്കിൽ 1100 ദിർഹമായിരിക്കും. ഇവിടെ ഈ 1100 ദിർഹം ഇയാൾക്ക് അടുത്ത പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 40 ദിവസമോ 50 ദിവസമോ കഴിഞ്ഞിട്ടാണ് എന്നുള്ളതെങ്കിൽ ആ പൈസ മുഴുവൻ അടയ്ക്കുന്നത് കൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സെക്യൂർ ആണെന്ന് മാത്രമല്ല, അയാൾക്ക് ഈ ട്രാൻസാക്ഷൻ നടത്തിയുള്ള പോയിൻറ്റുകളും അയാൾക്ക് അക്യുമുലേറ്റ് ചെയ്യും. മറിച്ച് അയാൾ ഇവിടെ ഓപ്റ്റ് ചെയ്യുന്നത് മിനിമം പേയ്മെൻ്റ് ആണെങ്കിൽ ഈ 1100 ദിർഹത്തിൻ്റെ മിനിമം സംഖ്യ, അല്ലെങ്കിൽ ബാങ്ക് നിശ്ചയിക്കുന്ന ഒരു മിനിമം സംഖ്യയോ അല്ലെങ്കിൽ ഈ 5% അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് പലർക്കും അറിയില്ല ഇത് എത്രയാണെന്നുള്ളത്. ഇനി അറിഞ്ഞാൽ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ ആനമാണ്. പക്ഷേ ബാങ്കുകൾ വളരെ സൗകര്യത്തിൽ പറയും ഇത് പെർ മന്ത് 3%, 2.99%, ചിലപ്പോൾ അതിലും കൂടുതൽ. അപ്പോൾ 3.9% എന്നോ അല്ലെങ്കിൽ 3.5% എന്നോ ഒക്കെ പറയുമ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാം ഈ ഇൻട്രസ്റ്റ് റേറ്റ് 35-ലും 36-ലും എത്തി നിൽക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഈ പൈസ ഇൻട്രസ്റ്റ് എന്ന് ഈ ബാക്കിയുള്ള സംഖ്യയുടെ 36% മറ്റോ ആയിരിക്കും. അതെപ്പോൾ ഉപയോഗിക്കാത്തതിനാണെന്ന് ആലോചിക്കണം. നിങ്ങൾ ഈ 1000 ദിർഹം ഉപയോഗിച്ചത് ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടക്കുന്നത് ആദ്യം ട്രാൻസാക്ഷൻ നടത്തിയ ആ സമയം മുതലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു. ആ പൈസ നമുക്ക് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അതിന് വീണ്ടും ലേറ്റ് ഫീയും അതുപോലെ തന്നെ പെനാൽറ്റിയും വരുന്നു. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് സംഖ്യകൾ ഇങ്ങനെ പെരുകുന്നത് നിമിഷ നേരം കൊണ്ടെന്ന് പറയുന്നത് പോലെയാണ്. അവിടെയാണ് എല്ലാവരും പിന്നെ പെട്ടുപോകുന്നതും. ഇനി എങ്ങനെ നമുക്കിതിനെ മാനേജ് ചെയ്യാം? സ്വാഭാവികമായും എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ട്. ഓക്കെ, ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ ഡോക്യുമെൻ്റ് കൂടെ പലരും ഒരു ചെക്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെക്ക് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളോട് ഇതിൻ്റെ ഏജൻസികൾ പറയുന്നത് നിങ്ങളായിട്ട് ചെക്കൊന്നും ഇഷ്യൂ ചെയ്യേണ്ടതെന്നാണ്. പക്ഷേ നിങ്ങൾ ചെക്ക് ഇഷ്യൂ പ്രത്യേകിച്ച് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിലും ഈ എഴുതിയിരിക്കുന്നത് ചെക്ക് തന്നെയാണ്. ആ ചെക്കിൽ നിങ്ങൾ ഡേറ്റ് ഇല്ലാതെയായിരിക്കും മിക്കവാറും സൈൻ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായും ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഇടാൻ ബാങ്കുകൾ ഒരുപക്ഷെ സമ്മതിക്കില്ല. കാരണം ഭാവിയിൽ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ എമൗണ്ട് തീർച്ചയായും അതിലെഴുതിയിരിക്കണം. 2 അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കൈവശം വയ്ക്കുകയും ചെയ്യണം. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വന്നാൽ ഇതിൻ്റെ സെറ്റിൽമെൻറ്റിന് അഥവാ നമുക്ക് സമയത്ത് അടക്കാൻ പറ്റാതെ വന്നു. എന്നാൽ ഇമ്മീഡിയറ്റായിട്ട് ബാങ്കിനെ സമീപിച്ച് ഈ ക്രെഡിറ്റ് കാർഡിനെ ഫ്രീസ് ചെയ്യണം.
അതായത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആക്കണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻസ് ഉള്ള സംഖ്യ ക്രെഡിറ്റ് കാർഡ് ആക്റ്റീവായിരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് ഈ മാസം അടക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത മാസം വരുമ്പോഴേക്കും ഈ മാസത്തെ പെനാൽറ്റിയും ഇൻട്രസ്റ്റും കൂടി ഉള്ള എമൗണ്ട് ആയിരിക്കും അടുത്ത മാസം വരുന്നത്. ആ എമൗണ്ട് വീണ്ടും അടുത്ത മാസവും അതിനേക്കാൾ കൂടുതൽ വരും. അപ്പോൾ അതിലും നല്ലതെന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ സമീപിച്ച് ഇത് ഫ്രീസ് ചെയ്തുകൊണ്ട് ആ നിലവിലുള്ള എമൗണ്ടിനെ ഇൻസ്റ്റാൾമെൻ്റാക്കി പിന്നെ അടക്കുന്നതിനുള്ള സൗകര്യം ബാങ്കിൽ നിന്ന് മേടിക്കലാണ്. അല്ലെങ്കിൽ ഈ പിന്നെ അക്യുമുലേറ്റ് ചെയ്ത മുഴുവൻ സംഖ്യയും ഒന്നിച്ച് എഴുതി ബാങ്ക് പിന്നെ കേസ് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ തീർച്ചയായും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആർക്കെങ്കിലും നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കരുത്. കാരണം ആ വെരിഫിക്കേഷൻ കോഡാണ് അതിൻ്റെ ഒരു താക്കോൽ. സാധാരണഗതിയിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിലിലോ വാട്സപ്പിലോ ഓൺലൈനിലോ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മളുടെ ആരുടെയെങ്കിലും പരിചയത്തിലുള്ള ഒരാൾക്കത് ഉപയോഗിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പോലും വെരിഫിക്കേഷൻ കോഡോടുകൂടി കൊടുക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈഫ് ഓഫ് അറേബ്യ.